ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് അവസരം നൽകിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ. ഇന്നത്തെ എന്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിയെ നീ ശബത്തിൽ ഓടിപ്പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 20 വാക്യം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഓടിപ്പോകുമ്പോൾ അത് ശീതകാലത്ത് സംഭവിക്കരുത്, ശബത്തിലും സംഭവിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ സ്രഷ്ടാവാണ്. പിതാവായ ദൈവം സകലത്തിന്റെയും കാരണഭൂതനാണ് എന്ന് തിരുവചനം പറയുന്നു. 1 കൊരിന്ത്യർ 8:6 വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു നമുക്കായി സകലം സൃഷ്ടിച്ചെന്നും നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ എല്ലാം സൃഷ്ടാവ് നമ്മുടെ കർത്താവാണെന്നും, അതുപോലെ എബ്രായ ലേഖനം 1 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി നേടിയിരിക്കുന്നു. അപ്പോൾ പിതാവ് സകലത്തിന്റെയും കാരണഭൂതനാണ്, എന്നാൽ പുത്രൻ മുഖാന്തരമാണ് സർവ സൃഷ്ടിയും നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ സ്രഷ്ടാവാണ്. സൃഷ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, വീണുപോയപ്പോൾ, പാപത്തിൽ അധപ്പതിച്ചപ്പോൾ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ കർത്താവ് നമുക്കായി വന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷകനായി നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. ഭൂമിയിലെ തന്റെ വേല പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവ്, അതെങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി യാഗമായി തീർന്നു. അതുകൊണ്ട് നമ്മെ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് വന്നു. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വഴികളിൽ നടക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് ഈ ഭൂമിയിലെ വേല പൂർത്തീകരിച്ചതിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് അവിടെ തന്റെ സ്വർഗത്തിൽ ചെയ്യാനുള്ള വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യൻ പാപത്തിൽ വീഴുമ്പോൾ അവന്റെ പാപങ്ങളെ അവൻ ഏറ്റുപറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അങ്ങനെ ഭൂമിയിലെ വേല ഭൂമിയിൽ പൂർത്തീകരിച്ചു, സ്വർഗത്തിൽ തന്റെ വേല തുടരുന്നു. അത് ഇന്നും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തക്കവണ്ണം പിതാവിന്റെ സന്നിധിയിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് തൊട്ടു മുമ്പായി കർത്താവ് നൽകിയ ഒരു പ്രത്യേക ഉപദേശമാണ് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, യെരൂശലേം ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ നിശ്ചയമായി ഓടിപ്പോകേണ്ടി വരും യെരൂശലേമിൽ നിന്ന്. എന്നാൽ നിങ്ങളുടെ ആ ഓടിപ്പോക്ക് ശീതകാലത്ത് സംഭവിക്കാതിരിക്കണം. മാത്രമല്ല, ശബത്തിലും സംഭവിക്കരുത്. കാരണം നിങ്ങൾ ഓടിപ്പോക്ക് ശീതകാലത്താണെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാകും. നിങ്ങളുടെ ഓടിപ്പോക്ക് വളരെ കഷ്ടതരമായി തീരും. അതുപോലെ ശബത്തിലാണെങ്കിൽ അത് ശബത്ത് ലംഘനമായി തീരും. നമ്മുടെ കർത്താവ് മർക്കോസ് സുവിശേഷം 2 അധ്യായം 28 വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ശബത്തിന്റെ കർത്താവ് യേശുവാണ്. ആ ശബത്തിന്റെ കർത്താവായ യേശു പറയുകയാണ്,
തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏകദേശം 39 സംവത്സരം കഴിയുമ്പോൾ ദൈവാലയം നശിപ്പിക്കപ്പെടും. ആ സമയത്ത് നിങ്ങൾ ശബദം അനുസരിക്കേണ്ടതാണ്. ആ സമയത്ത് നിങ്ങളുടെ ഓടിപ്പോക്ക് നിശ്ചയമായും അത് ശബദിൽ സംഭവിക്കരുത്. കാരണം റോമ സൈന്യം നിങ്ങളെ വളയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. എന്നാൽ അത് ശബദിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ശബദിൽ ഒരു ക്രിസ്ത്യാനിയും ഓടിപ്പോകാൻ ഇടയാകരുതെന്ന് കർത്താവ് പറഞ്ഞു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 39 വർഷം കഴിഞ്ഞാണെന്ന് ഓർത്തോണം ഈ സംഭവം. അപ്പോൾ ശബദ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷവും തന്റെ സ്വർഗത്തിലെ പക്ഷവാതം ചെയ്യുന്ന ആ ശുശ്രൂഷ നടക്കുമ്പോഴും ശബദ് അനുസരിക്കണം എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആ നിർണായകമായ ആ ഓടിപ്പോക്കിന്റെ ദിവസം ഏത് സമയത്തും സംഭവിക്കാം, ഏത് ദിവസവും സംഭവിക്കാം. പക്ഷെ ശബദിൽ സംഭവിക്കരുതേ എന്ന് ശബദിന്റെ കർത്താവായി യേശു പറയുകയാണ്. അപ്പോൾ ശബദ് എത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് തുടർന്നും ദൈവത്തിന്റെ മക്കളായ ക്രിസ്ത്യാനികൾ ശബദ് അനുസരിക്കണം. ശബദിൽ ദൈവത്തെ ആരാധിക്കണം. അതിനുള്ള ദിവസമാണ്. അത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 54, 55 അതുപോലെ 56 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് മാത്രമല്ല 24 അധ്യായം 1-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ക്രിസ്തുവിന്റെ മരണം അത് ഒരു ഒരുക്കനാളിലായിരുന്നെന്ന് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ആ ഭൗതിക ശരീരം കൊണ്ട് കല്ലറയിൽ വെച്ചതും ആ ദിവസം തന്നെയാണെന്നറിയാം. എന്നാൽ ഗലീലിൽ നിന്ന് പോകുന്ന സ്ത്രീകളോ ഒക്കെയും യേശു ക്രിസ്തുവിന്റെ ശരീരം വെച്ച വിധം കണ്ടു. അതിനുശേഷം അവർ തിരികെ പോയി കർത്താവിനെ പൂശുന്നതിനുള്ള സുഗന്ധ ദ്രവ്യങ്ങളൊക്കെയും സുഗന്ധവർഗം എല്ലാം വാങ്ങി എല്ലാം റെഡിയാക്കി സൂക്ഷിച്ചു വെച്ചു. അത് പൂശുന്നതിന് ശബദിൽ പോയില്ല. മാത്രമല്ല, അവര് കൽപ്പനയനുസരിച്ച് ശബദിൽ സ്വസ്ഥമായിരുന്നുവെന്ന് വായിക്കുന്നു. യേശുവിനോട് കൂടെയുള്ള സ്ത്രീകളും മറ്റു പ്രിയപ്പെട്ടവരും ശബദ് പൂർണ്ണമായി അനുസരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് താൻ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചതിന് ശേഷം ആ സമയത്തും തന്നോട് കൂടെയുള്ള പ്രിയപ്പെട്ടവര് ശബദ് അനുസരിക്കുന്നു. മാത്രമല്ല, വളരെ രസകരമായ കാര്യം, ലൂക്കോസ് 24-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരുക്കി വെച്ച പരിമള വർഗങ്ങൾ അതെല്ലാം എടുത്ത് ശബദ് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം അതിരാവിലെ പോയി കല്ലറക്കിലേക്ക് പോയി അത് പൂശുന്നതിന് വേണ്ടി പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശബദ് എത്ര പരിപാവനമാണ് ക്രിസ്ത്യാനികൾക്ക്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ, നീ ശബദിൽ ഓടിപ്പോകരുത്. നീ ശബദിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകരുത്. കാരണം നിനക്ക് ശബദ് അനുസരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ അടിമവീടായ മിസ്രൈമിൽ അവരെ ശബദ് അനുസരിക്കാൻ വിടാത്ത ഫറവോന്റെ രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല ശബദം അനുസരിക്കാൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് കാണുകയും ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നിന്നെ പുറപ്പെടുവിച്ചു, നിന്നെ വിടുവിച്ചു. അതുകൊണ്ട് ശബത്ത് നാൾ അനുസരിപ്പാൻ നിനക്ക് ഇപ്പോൾ ഒരു പ്രയാസമില്ലല്ലോ, അവിടെ ശബത്ത് അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ആ 40 സംവത്സരവും ശബത്തിന്റെ പരിശുദ്ധിയെ 7-ാം ദിനത്തിൽ കാണിച്ചു കൊടുത്തു. 6 ദിവസം മന്നാ പൊഴിയും, 7-ാം ദിനമായ ശബദിൽ മന്നാ പൊഴിയുകയില്ല. അങ്ങനെ 2087 ശബദുകൾ വളരെ പവിത്രമാണ് എന്ന് 40 വർഷക്കാലത്തെ അവരുടെ ജീവിതം കൊണ്ട് അവരെ പഠിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, അതുപോലെ ഞാനും നിങ്ങളും പാപത്തിന്റെ പിടിയിലായിരുന്നു, പിശാചിന്റെ പിടിയിലായിരുന്നു. അതിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശബദ് അനുസരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ
പിശാചിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ശബത് അനുസരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ശബത് അനുസരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ശബതിൽ ഓർക്കുന്നത്. നമ്മുടെ സ്രഷ്ടാവിനെ ഓർക്കാനുള്ള ദിനമാണത്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നാം ഓരോരുത്തരും വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നെ ഇന്ന് ശ്രവിക്കുന്ന കർത്താവിന്റെ മക്കൾ എല്ലാവരും ശബത്തിന്റെ പ്രാധാന്യം യേശു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നാം മനസ്സിലാക്കി ശബത്തിന്റെ പരിശുദ്ധിയെ കൊണ്ടാടണം. ശബത്തിന്റെ പരിശുദ്ധി എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളെല്ലാം 10 കൽപ്പനകളും അതുപോലെ അനുസരിക്കാൻ ക്രിസ്ത്യാനി ഇന്നും ബാധ്യസ്ഥനാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മളോട് ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് തിരുവചനം കേട്ട എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് തിരുവചനം കേട്ട കർത്താവിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹീതരായി തീരണം. എല്ലാവരും വിശുദ്ധ ശബത്തിൽ ക്രിസ്ത്യാനിയാകുന്നുവെന്ന് പേരെടുത്ത സകല മനുഷ്യരും ശബത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കണം. അടിയങ്ങളുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ശബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അടിയങ്ങൾ കർത്താവെ പറഞ്ഞു തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പന എല്ലാം അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരായി തീരണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. നിത്യജീവൻ പ്രാപിപ്പാൻ അടിയങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാകരുതേ. യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.